കൺസ്ട്രക്ഷനിലെ ബ്രിക്ക് മേസണറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ബ്രിക്ക് മേസണറി എന്ന് പറയുമ്പോൾ ബ്രിക്കും മോട്ടാറും കൂടെ ചേർത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രിക്ക് മേസണറി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ടേംസും ബോൺസും ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടേം ഹെഡർ ആണ്. ഹെഡർ എന്ന് പറയുമ്പോൾ ബ്രിക്കിന്റെ ഷോർട്ടർ ഫേസ് ആണ്. ബ്രിക്കിന്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ഉള്ളതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. ഹെഡറിന്റെ സൈസ് 9 സെന്റിമീറ്റർ ഇൻറ്റു 9 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഹെഡറിന്റെ സൈസ് 9 സെന്റിമീറ്റർ ഇൻറ്റു 9 സെന്റിമീറ്റർ. ദെൻ സെക്കൻഡ് സ്ട്രെച്ചർ. സ്ട്രെച്ചർ എന്ന് പറയുമ്പോൾ ലോങ്സ്റ്റ് ഫേസ് ഓഫ് ബ്രിക്ക് ആണ്. അതുപോലെ ബ്രിക്കിന്റെ ലെങ്തിന് പാരലൽ ആയിരിക്കും സ്ട്രെച്ചർ വരുന്നത്. സ്ട്രെച്ചറിന്റെ മെഷർമെന്റ് 19 സെന്റിമീറ്റർ ഇൻറ്റു 9 സെന്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിക്കിന്റെ ടോപ്പ് സർഫസിൽ ഒരു ഡിപ്രഷൻ കാണും, അല്ലെങ്കിൽ ഒരു ഇനന്റേഷൻ കാണും. അപ്പോൾ ഈ ഡിപ്രഷനെയാണ്, ടോപ്പ് സർഫസിലുള്ള ബ്രിക്കിന്റെ ഡിപ്രഷനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനി നെയിം എഴുതിയിട്ടുണ്ടായിരിക്കാം. മെയിൻ ആയിട്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മോട്ടാറിനെ ഹോൾഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബൈൻഡിങ് കപ്പാസിറ്റി കൂട്ടുന്നുണ്ട്. ബൈൻഡിങ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് സ്ട്രെങ്തും കൂടാറുണ്ട്. ഈ ഡിപ്രഷന്റെ പോർഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 10 to 20 mm ആയിരിക്കും. നെക്സ്റ്റ് കോഴ്സ് ആണ്. കോഴ്സ് എന്ന് പറയുമ്പോൾ ബ്രിക്കും സ്റ്റോൺസും ലേ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ ലെയറിനെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബെഡ് എന്ന് പറയുമ്പോൾ ബ്രിക്കിന്റെ ഒരു ലോവർ സർഫസ് ആണ് ബെഡ്. ആ ലോവർ സർഫസ് വെച്ച് ലേ ചെയ്തിരിക്കുന്ന പോർഷൻസിൽ ആ ലോവർ സർഫസിനെ നമ്മൾ ബെഡ് എന്നാണ് പറയുന്നത്. ബെഡിന്റെ മുകളിൽ നമ്മൾ മോട്ടാർ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് റോയിലുള്ള ബ്രിക്കിനെ ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മോട്ടാർ വരുന്ന പോർഷനെ നമ്മൾ ബെഡ് ജോയിന്റ് എന്നാണ് പറയുന്നത്. ദെൻ പെർപെൻസ് ആണ്. പെർപെൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇമാജിനറി വെർട്ടിക്കൽ ജോയിന്റ്സ് ആണ്. എന്നുവെച്ചാൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. ഇപ്പൊ വെർട്ടിക്കൽ ജോയിന്റ്സിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ജോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത ഒരു ഇമാജിനറി ലൈനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വെർട്ടിക്കൽ മെഷർമെന്റ് തന്നെയാണ് പെർപെൻസ് എന്ന് പറയുന്നത്. ഇനി ലാപ്പ് എന്ന് പറയുമ്പോൾ ലാപ്പ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. രണ്ട് വെർട്ടിക്കൽ ജോയിന്റ്സിന് ഇടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ലാപ്പ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ കോഴ്സ്, ഹെഡർ കോഴ്സ്. സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയുമ്പോൾ കോഴ്സിൽ സ്ട്രക്ചർ മാത്രമേ കാണുള്ളൂ എങ്കിൽ അതിന് സ്ട്രക്ചർ കോഴ്സ് എന്നും, ഇനി ഒരു കോഴ്സ് ലേ ചെയ്യുന്ന സമയത്ത് ഹെഡർ പോർഷൻ മാത്രമാണെങ്കിൽ അതിനെ ഹെഡർ കോഴ്സ് എന്നും പറയാം. ദെൻ ഫേസിങ്. ഫേസിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് നോക്കാം. ഫേസ് എന്ന് പറയുമ്പോൾ വെതറുമായിട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന വാളിന്റെ സർഫസിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വാളിന്റെ എക്സ്റ്റേണൽ പോർഷൻ, അത് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ ഉള്ളതാണല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഈ വാളിന്റെ ഫേസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫേസിങ് എന്ന് പറയുന്നത്. ബാക്ക് എന്ന് പറയുമ്പോൾ വാളിന്റെ ഇന്നർ സർഫസ് ആണ്. ഇത് വെതറുമായിട്ട് എക്സ്പോസ് ചെയ്യത്തില്ല. ഈ ബാക്ക് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയലിനെ ബാക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഹേർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ അറിയാം, ഫ്രണ്ട് പോർഷൻ ഫേസിങ്ങും അതിന്റെ ഉള്ളിലുള്ള പോർഷൻ നമ്മൾ ബാക്കിംഗ് എന്നുമാണ് പറയുന്നത്. ഫേസ് ആണ് അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന പോർഷൻ. അപ്പൊ ഇത് രണ്ടിനും ഇടയിലുള്ള പോർഷനെ നമ്മൾ ഹേർട്ടിംഗ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബോണ്ട് ആണ്. ബോണ്ട് എന്ന് പറയുമ്പോൾ ഈ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒന്നും കറക്റ്റ് ഓൾട്ടർനേറ്റ് ലേസിൽ മാത്രമേ വെർട്ടിക്കൽ ജോയിന്റ്സ് വരാറുള്ളൂ. അടുത്തടുത്ത വെർട്ടിക്കൽ ജോയിന്റ്സ് വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് കൊടുത്ത് നമ്മൾ ബ്രിക്കോ സ്റ്റോൺസോ കൊണ്ട് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ജോയിന്റ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമുള്ള ബ്രിക്സ് യൂസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാൾസിന്റെ ഫേസിന് പാരലൽ ആണ് എങ്കിൽ, വാൾ ഫേസിന് പാരലൽ ആണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ ജോയിന്റ്സ് എന്നോ ബെഡ് ജോയിന്റ് എന്നോ അല്ലെങ്കിൽ വാൾ ജോയിന്റ് എന്നോ പറയാം. ഫേസ് ഓഫ് വാളിന് പാരലൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ജോയിന്റ്സ്, ബെഡ് ജോയിന്റ്സ്, വാൾ ജോയിന്റ്സ്. ഇനി ജോയിന്റ് ഫേസ് ഓഫ് വാളിന് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അതിനെ വെർട്ടിക്കൽ ജോയിന്റ്സ് അല്ലെങ്കിൽ ക്രോസ് ജോയിന്റ്സ് എന്ന് പറയാം. നമ്മുടെ ഫേസ് ഓഫ് വാൾസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് അല്ലെങ്കിൽ ക്രോസ് ജോയിന്റ്സ് എന്ന് പറയാം. അടുത്ത ലാപ്പും പെർപെൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോയിൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കോർണർ ഓഫ് എ വാൾ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വാളില് കോർണർ പോർഷനിൽ കൊടുക്കുന്നതാണ് കോയിൻ എന്ന് പറയുന്നത്. ഈ കോയിനില് ഈ എക്സ്റ്റേണൽ കോർണേഴ്സിൽ കൊടുക്കുന്ന കോയിൻസ് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അതിന് റൈറ്റ് ആംഗിൾഡ് കോയിൻ എന്നും,
റൈറ്റ് ആംഗിൾ അല്ല എങ്കിൽ അതിനെ സ്ക്വിൻക്വേൻ എന്നും പറയും. സ്ക്വിൻക്വേന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ സ്ക്വിൻക്വേൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അക്യൂട്ടും ഒബ്റ്റ്യൂസും എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിനേക്കാളും കുറവും കൂടുതലായിട്ടുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ടും ഒബ്റ്റ്യൂസും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ബാറ്റ് ആണ്. ബാറ്റ് എന്ന് പറയുമ്പോൾ ലെങ്തിന് എക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വിഡ്ത് വൈസ്, രണ്ട് രീതിയിലും പറയാം. ലെങ്തിന് എക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ വിഡ്ത് വൈസോ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ വിഡ്ത്തിന് എലോങ്ങും ലെങ്തിന് എക്രോസും ആയിരിക്കും. ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഇത് 3 ടൈപ്പിലാണുള്ളത്: ഹാഫ് ബാറ്റ്, 3/4 ബാറ്റ്, ബിവൽഡ് ബാറ്റ്. ഇതില് ഹാഫ് ബാറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാഫ് പോർഷൻസ് മാറ്റിയിട്ടുള്ള ബാക്കി പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് ബാറ്റ്. 3/4 എന്ന് പറയുമ്പോൾ ആ ലെങ്തിന്റെ ഒരു 1/4 ഭാഗവും എടുത്ത് കളഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻസ് ആണ് 3/4. ബിവൽഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ പോർഷൻസ് പോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ബിവൽഡ് ബാറ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ് ക്ലോസർ ആണ്. ക്ലോസർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ വെർട്ടിക്കൽ ജോയിന്റ്സ് അടുത്തടുത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോഴ്സിന്റെ എൻഡ് പോർഷൻസിൽ കൊടുക്കുന്നതാണ് ക്ലോസർ എന്ന് പറയുന്നത്. ഈ ക്ലോസറിന്റെ മെയിൻ ഫംഗ്ഷൻ ചോദിച്ച വെർട്ടിക്കൽ ജോയിന്റ്സ് അടുത്തടുത്ത് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോസർ യൂസ് ചെയ്യുന്നത്. ക്ലോസർ ഡിഫറെന്റ് ടൈപ്സിലുണ്ട്. ഫസ്റ്റ് ക്ലോസർ ക്യൂൻ ക്ലോസർ. ക്യൂൻ ക്ലോസർ എന്ന് പറയുമ്പോൾ ലെങ്ത് വൈസ് കറക്റ്റ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനെ ക്യൂൻ ക്ലോസർ എന്നാണ് പറയുന്നത്. ഇനി കിങ് ക്ലോസർ ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. കിങ് ക്ലോസർ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിന്റെ ഹെഡറിന്റെ പോർഷൻ പകുതി ഭാഗം കളഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് കാണിച്ചേക്കുന്നതാണ് ക്യൂൻ ക്ലോസർ. അതിന്റെ ലെങ്ത് വൈസിൽ കറക്റ്റ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കിങ് ക്ലോസർ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിന്റെ ഹാഫും ഇപ്പൊ ഈ വരച്ചേക്കുന്നത് കാണുമ്പോൾ കറക്റ്റ് ഹാഫ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ സ്ട്രക്ചറിന്റെയും ഹെഡ് പോർഷന്റെയും പകുതി ഭാഗം കളഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻസിനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ഹാഫ് പോർഷൻ ആണ്. ബിവൽഡ് ക്ലോസർ എന്ന് പറയുമ്പോൾ ഹെഡർ പോർഷന്റെ ഹാഫ് കട്ട് ചെയ്ത് കളയുന്നത്. ഹെഡർ പോർഷൻ ആയിരിക്കും, ഹെഡർ പോർഷന്റെ ഹാഫ് പോർഷൻസ് ആയിരിക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുന്നത്. അതിനെയാണ് നമ്മൾ ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. ബിവൽഡ് ക്ലോസർ. ദെൻ ലാസ്റ്റത്തത് മിഡ്രേഡ് ആണ്. മിഡ്രേഡ് ക്ലോസർ എന്ന് പറയുമ്പോൾ ഇതിലൊരു 45 to 60 ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഹെഡറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ബാക്കിയുള്ള പോർഷനെയാണ് നമ്മൾ മിഡ്രേഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് അറൈസസ്. അറൈസസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്കിന്റെ എഡ്ജ് പോർഷനെയാണ് നമ്മൾ അറൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൂത്തിങ്ങും റേക്കിംഗ് ബാക്കും. ടൂത്തിങ്ങും റേക്കിംഗ് ബാക്കും എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ട് അവർ നിർത്തിയിട്ട് പോകുമല്ലോ, ഈ ബ്രിക്ക് വർക്ക് കഴിഞ്ഞ് നിർത്തിയിട്ട് പോകുന്നത് വെച്ചാൽ ഫിനിഷ് ചെയ്യാതെയാണ് പോകുന്നത്. ആ സമയത്ത് അവർ നിർത്തിയിട്ട് പോകുന്നത് ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ടൂത്തിങ് ആയിരിക്കും. ടൂത്തിങ് എന്ന് പറയുന്നത് ഒരു ലെയർ പ്രൊജക്ട് ചെയ്തിരിക്കും, അടുത്ത കോഴ്സ് വീണ്ടും, ലെയർ എന്ന് ഉദ്ദേശിക്കുന്ന കോഴ്സ് ആണ്, അടുത്ത കോഴ്സ് വീണ്ടും ഉള്ളിലോട്ടായിരിക്കും, അടുത്ത വീണ്ടും ഒരു കോഴ്സ് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ നിൽക്കുന്നതിനാണ് ടൂത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് രീതിയിലായിരിക്കും അവര് ആ വർക്ക് എൻഡ് ചെയ്യുന്നത് ആ ദിവസം. ദെൻ അടുത്ത ദിവസം വീണ്ടും ചെയ്യാറുണ്ട്, ബാക്കി കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അടുത്ത ടേം ആണ് ജാമ്പ്, റിവീൽസ്, സിൽസ്. ഇത് കൂടുതലും നമ്മുടെ വിൻഡോസിലും ഡോർസിലും ഉള്ളതാണ്. സിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡോസിന്റെ ബോട്ടം പോർഷനെയാണ് സിൽസ് എന്ന് പറയുന്നത്. ജാമ്പ് എന്ന് പറയുമ്പോൾ ഡോർസിന്റെയോ വിൻഡോസിന്റെയോ ഫ്രെയിം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാളിന്റെ വെർട്ടിക്കലി ഉള്ള സൈഡിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. റിവീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാൾ ഫേസിൽ റൈറ്റ് ആംഗിളിലുള്ള ഡോറിന്റെയോ വിൻഡോയുടെയോ പുറത്തുള്ള ജാമ്പിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ത്രെഷോൾഡ് ആണ്. ത്രെഷോൾഡ് എന്ന് പറയുമ്പോൾ പ്ലിന്ത് ലെവലിനും ഗ്രൗണ്ട് ലെവലിനും ഇടയിലുള്ള ആ സ്റ്റെപ്സിന്റെ അറേഞ്ച്മെന്റിനെയാണ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റെപ്സ് ഫ്രം ദി പ്ലിന്ത് ലെവൽ ടു ദി ഗ്രൗണ്ട് ലെവൽ. നെക്സ്റ്റ് സ്ട്രിംഗ് കോഴ്സ് ആണ്. സ്ട്രിംഗ് കോഴ്സ് നമ്മൾ പൊതുവെ കൊടുക്കുന്നത് ഒരു എസ്തെറ്റിക്കൽ അപ്പിയറൻസിനാണ് കൊടുക്കുന്നത്. വോൾസിന്റെ ഇടയിലായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലാണ് സ്ട്രിംഗ് കോഴ്സ് ഉള്ളത്. നെക്സ്റ്റ് പ്ലിന്ത് കോഴ്സ് ആണ്. പ്ലിന്ത് കോഴ്സ് നമ്മുടെ ഗ്രൗണ്ടിന്റെ മുകളിൽ വാളിന്റെ ബേസിലായിട്ട് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് പ്ലിന്ത് കോഴ്സ് കൊടുക്കുന്നത്. പാരപെറ്റ്. പാരപെറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈറ്റ് കുറഞ്ഞ ലോ ഹൈറ്റിലുള്ള വാൾ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ പാരപെറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ബട്രസ്. ബട്രസ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് കൂടിയ വാൾസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സ്റ്റെപ്പ് ലൈക്കോ അല്ലെങ്കിൽ സ്ലോപ്ഡോ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടാണ് ബട്രസ് എന്ന് പറയുന്നത്. ലാറ്ററൽ ത്രസ്റ്റ് പ്രഷേഴ്സിനെ അല്ലെങ്കിൽ ലാറ്ററൽ ത്രസ്റ്റ് ഫോഴ്സസിനെയൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ പോകുന്നത് ബോണ്ടാണ്. ടേംസ് എല്ലാം കഴിഞ്ഞ് ബോണ്ടില്
ഈ 1 brick thick, 1/2 brick thick അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണെന്ന്. 1 brick thick എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ പോർഷൻസ് വരുന്ന സമയത്ത് ഇതൊരു കറക്റ്റ് 90 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സ്ട്രക്ചർ ആണെന്ന് മനസ്സിലായി കാണും. 1 brick thick ആണ്. ഇനി 2 ഹെഡേഴ്സ് വരുന്ന സമയത്ത് 9, 2 ഹെഡേഴ്സ് വരുമ്പോൾ അത് 1 brick thick ആണ്. വെറും ഹെഡർ ഇരിക്കുമ്പോൾ 1/2 brick, ഒരു ഹെഡറും ഒരു സ്ട്രക്ചറും ആണെങ്കിൽ അത് 1/2 brick thick ആണ്. 2 സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ 2 brick thick. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ടൈപ്സ് ഓഫ് ബോണ്ട്. ബോണ്ടിന്റെ ടൈപ്പിലോട്ട് കിടക്കുകയാണ്. ബോണ്ടിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ ബോണ്ട് ആണ്. സ്ട്രക്ചർ ബോണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുമ്പോൾ കോഴ്സസിൽ സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. എല്ലാ കോഴ്സസിലും സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. അതിന്റെ കോർണർ പോർഷനിൽ എന്നുവെച്ചാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോർണർ പോർഷനിൽ ഹാഫ് ബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ, അടുത്തടുത്ത് വരുന്ന ആ വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതാണ് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും സ്ട്രക്ചർ ബോണ്ട്സ് കോമ്പൗണ്ട് വാള്, പാർട്ടീഷൻ വാളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അധികം തിക്കായിട്ട് കൊടുക്കേണ്ട വാൾസിനൊന്നും നമ്മൾ സ്ട്രക്ചർ ബോണ്ട് യൂസ് ചെയ്യാറില്ല. കൂടുതലും ഇതിന് 1/2 brick thick ആണ്. രണ്ടാമത് പറയുന്നത് ഹെഡർ ബോണ്ട് ആണ്. അപ്പം ഈ സ്ട്രെച്ച് ബോണ്ട് കണ്ടു. സ്ട്രെച്ച് ബോണ്ടിൽ ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് കോഴ്സിലാണ് ഹാഫ് ബാറ്റ് കൊടുക്കുന്നത്. ദെൻ ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പോൾ ഫുൾ ലെയേഴ്സിൽ അല്ലെങ്കിൽ ഫുൾ കോഴ്സസിൽ ഹെഡർ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സിൽ 3/4 ബാറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 1 brick thick ആയിരിക്കും വരുന്നത്. കർവ്ഡ് വാളിലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ട് തിക്നെസ്, ഹെഡർ ബോണ്ട് വയ്ക്കുന്നതനുസരിച്ച് തിക്നെസ് കൂടാറുണ്ട്. നെക്സ്റ്റ് വൺ ഇംഗ്ലീഷ് ബോണ്ട് ആണ്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് ബോണ്ട് ആണ്. ഇംഗ്ലീഷ് ബോണ്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം ഓൾട്ടർനേറ്റ് കോഴ്സസിലാണ് സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും വരുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് കോഴ്സസിൽ നമ്മൾ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വരുന്നതിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് മാറ്റാൻ വേണ്ടി നമ്മൾ ക്വിൻ ക്ലോസർ ആണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് ബോണ്ടാണ് ഈ വരച്ചേക്കുന്നത്. പകുതി വരെ ബ്രിക്ക് ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ക്യൂൻ ക്ലോസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിന്റെ വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ ക്യൂൻ ക്ലോസർ ഇങ്ങനെ ആയിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് വരെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്ലെമിഷ് ബോണ്ട് മുതൽ തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ആൻസർ ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ചോദിക്കാൻ മടിക്കരുത്. ടേംസ് ഒക്കെ ബൈ ഹാർട്ട് ആക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.